അപ്പോൾ ആദ്യത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ അക്രോപോളിസിനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ മെൻഷൻ ചെയ്തായിരുന്നു അതിൻ്റെ റിയൽ സ്റ്റോൺസൊക്കെ അവർ ഇങ്ങനെ മ്യൂസിയത്തിൽ കൊണ്ടുവന്ന് കീപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ആ മ്യൂസിയത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. സെയിം ഡേ തന്നെയാണ് കേട്ടോ. ഇത് ഈ അക്രോപോളിസ് എന്നുള്ള ആ സാധനത്തിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഞങ്ങൾ എന്നെ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം അക്രോപോളിസ് കണ്ട് തിരിച്ച് താഴെ വന്നിട്ട് ലഞ്ചൊക്കെ കഴിച്ച് പിന്നെയാണ് മ്യൂസിയത്തിലേക്ക് വന്നത്. അവിടെ തന്നെ നല്ല തിരക്കായിരുന്നു. പിന്നെ ഈ അവിടുത്തെ തന്നെ സ്റ്റുഡൻസും ഒക്കെ ഉണ്ടല്ലോ ഈ മ്യൂസിയം വിസിറ്റിനൊക്കെ വരുന്നുണ്ട്, സ്കൂളിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതിൽ കയറുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് എൻട്രി ടിക്കറ്റ് എടുക്കണമായിരുന്നു. അപ്പം അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ സാധിച്ചില്ല എനിക്ക്. അതുപോലെ അവർ അത് ഇപ്പം തിരിക്കുന്നിടത്ത് കണ്ടോ, അവിടെ കണ്ടോ ഈ ബാരിയർ പോലത്തെ സാധനം ലൈലിയാണ് കടന്നു വരുന്നത്. അത് ടിക്കറ്റ് നമ്മൾ ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ടാണ് കടന്നു വരുന്നത്. ഇത് കണ്ടോ, ഇതിൻ്റെ അടിയിലുണ്ട്, ഇത് ഗ്ലാസ് കൊണ്ടുള്ള, അതിൻ്റെ അടിയിൽ ഇതുപോലെ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനത്തെ വെച്ചിരിക്കുന്നതാണ്, സ്റ്റോൺസും അതും ഇതുമൊക്കെ ഗ്ലാസിൻ്റെ ഇതെല്ലാം. ഇത് പഴയകാല കോയിൻസ് ആട്ടോ, ഗോൾഡൻ കോയിൻസ് എന്ന് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ അടിയിൽ അതിൻ്റെ ഡീറ്റെയിൽ ഉണ്ട്, പോസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു തരാനൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ അതുകൊണ്ട് ഇതിൻ്റെ കണ്ടു എഴുതിയിരിക്കുന്നതൊക്കെ വായിച്ച് നോക്കി അറിയാം പോസ് ചെയ്തിട്ട്. ഇതൊക്കെ അവിടെ കണ്ട അതിൻ്റെ ഇതൊരു വലിയ സ്റ്റോണാണ്. ആ സ്റ്റോണിൻ്റെ ഓരോ സൈഡിലും ഓരോ ഇതിൽ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെ ഇതെല്ലാം ഫുൾ മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ സാധനങ്ങളെല്ലാം തന്നെ. അപ്പോൾ അത് ഭയങ്കര പ്രഷ്യസ് ആയിട്ട് അവർ കീപ്പ് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ. പിന്നെ ഞാൻ പിന്നെ പറഞ്ഞു വരുന്നത് ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പായിട്ട് നമുക്ക് വലിയ ലഗേജുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ ഫ്രീ ആയിട്ട് നമുക്ക് വെക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതവിടെ ഞങ്ങളുടെ വലിയ ലഗേജ് ബാക്ക് പാക്കൊക്കെ ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ അവിടെ വെച്ചിട്ടാട്ടോ കയറി വന്നത്. ഇതുകൊണ്ട് ഈ മാർബിൾ കല്ലുകളിലുള്ള ഈ കുത്തുപണി ഒക്കെ കണ്ടോ, നല്ല രസമല്ലേ കാണാനായിട്ട്, കണ്ടോ. പക്ഷെ പലതും ഉണ്ടല്ലോ കണ്ടാൽ നമുക്കൊന്നും മനസ്സിലാകില്ല. ചിലതിന് തലയില്ല, തലയുണ്ട്, മൂക്കില്ല. അത് അവരുടെ ഒരു അങ്ങനത്തെ ഒരു പ്രത്യേക തരം സൃഷ്ടികളാണെന്ന് തോന്നുന്നു അവരുടേത്. ശരിക്കും പറഞ്ഞാൽ ഒന്നും മനസ്സിലാവുകയില്ല. ഇപ്പം ഈ പിക്ചർ നോക്കിക്കേ, ഈ അക്രോപോളിസ് എന്ന് പറഞ്ഞ സാധനമൊക്കെ റിയലായിട്ട് ഇത് ഇങ്ങനെയൊക്കെയാണ് ഇരുന്നിരുന്നതെന്നാണ് അവരെ കാണിച്ചിരിക്കുന്നത്. പലതും ഇങ്ങനെ ഇരുന്ന് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വെച്ച സാധനങ്ങളാണ് ഈ ഇരിക്കുന്ന മാർബിൾസ് എന്നൊക്കെ പറഞ്ഞ് അവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അവരുടെ ലാംഗ്വേജ് ഗ്രീക്ക് ലാംഗ്വേജിലും എഴുതിയിട്ടുണ്ട്, പിന്നെ ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിസിറ്റേഴ്സിന് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ടേ. ഒരു എനിക്കൊന്ന് 3 നില കെട്ടിടമാണ് ഇത്. അപ്പം അതിങ്ങനെ നമ്മൾ കയറി ഇങ്ങനെ ഓരോ നിലയിൽ കൂടെ കയറി കാണുവാണ്. ഇതൊക്കെ പോസ് ചെയ്ത് നോക്കിയാൽ അറിയാം ഇതൊക്കെ എന്നാന്ന് കണ്ടത്. ഇതൊരു ലാമ്പാണ് എഴുതിയിരിക്കുന്നത്. ഇത് ആ താഴത്തെ വ്യൂ ഞാൻ കാണിച്ചില്ലായിരുന്നു ആദ്യം. അത് കഴിഞ്ഞ് സെക്കൻഡ് ഫ്ലോറിൽ വന്നപ്പോൾ അവിടെ നിന്ന് നല്ല രസമല്ല, പില്ലേഴ്സ് നിൽക്കുന്ന കാണുന്നല്ല. ഞാൻ അവിടെ നിന്ന് കുറച്ച് പിക്ചറൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് അതൊക്കെ കാണാനായിട്ട്, നല്ല ഭംഗിയായിട്ട്. പിന്നെ എന്നാ പറയുക, ഇതിൻ്റെ ഒരു നിലയിൽ തന്നെ ഇത് കണ്ടോ, നല്ല രസമല്ലേ അത് കാണാനായിട്ട്. അതുപോലെ ഒരു നിലയിൽ ഇങ്ങനെ റെസ്റ്റോറൻറ്റും ഒക്കെ ഉണ്ട്. ഞാൻ അവിടുത്തെ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം ഞങ്ങൾ ഓൾറെഡി താഴെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് കയറി വന്നുകൊണ്ട് പിന്നെ നമുക്ക് റെസ്റ്റോറൻറ്റിലൊന്നും പോകാൻ തോന്നിയില്ല. പക്ഷെ ഇവിടെ ടോയ്ലറ്റും അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. നല്ല രസമാണ്. എനിക്കൊന്ന് 3 നിലയോ അങ്ങനെ എങ്ങാണ്ട്. അതല്ലാണ്ട് അണ്ടർഗ്രൗണ്ടും ഉണ്ട്. എല്ലായിടത്തും ഇതുപോലത്തെ ഇങ്ങനത്തെ സാധനങ്ങൾ കീപ്പ് ചെയ്തിരിക്കുന്ന അവരെ നല്ല മെയിൻറ്റെയിൻഡ് ആട്ടോ. ശരിക്കും പറഞ്ഞാൽ ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ പഴയ കാലത്തൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു എന്ന് ഞാൻ ഓർത്തു. നമുക്ക് അങ്ങനെയൊക്കെ പോയി കാണാനായിട്ടേ അത്രയും നല്ല എന്താ ഉള്ള. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ ഇംഗ്ലണ്ടിലാണെങ്കിൽ പോലും ഉണ്ടല്ലോ, നമ്മളിവിടെ ഈ ഇവിടുത്തെ എന്നാ പറയണേ മ്യൂസിയം അല്ലെങ്കിൽ ഇവിടുത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്ന ഓരോ സാധനം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരെത്ര നന്നായിട്ടാണ് ഈ എന്നാ പറയണേ കീപ്പ് ചെയ്തേക്കുന്നത്. ഈവൻ വിൻസർ കാസിലിൽ അത് ഞങ്ങൾ പണ്ട് കാണാൻ പോയത് എൻ്റെ അമ്മയൊക്കെ വന്ന സമയത്ത്. അവിടെ ആണെങ്കിൽ പോലും അതെ, അവിടെ ഈ പഴയ ടിപ്പു സുൽത്താൻ്റെ കാലത്തെ സാധനങ്ങൾ പോലും ഇവിടെ കൊണ്ടുവന്ന് അവർ വെച്ചിരിക്കുന്നത് കാണണം. ശരിക്കും പറഞ്ഞിട്ടുള്ളത് അതൊക്കെ നമ്മൾ സമ്മതിച്ചേ പറ്റും. അതേസമയം നമുക്ക് എന്താ അവിടെ ഉള്ള ഒന്നുമില്ല, പലതും നമ്മൾ നശിപ്പിച്ചു. ഇതൊക്കെ കണ്ടോ, വർക്കൊക്കെ സ്റ്റോണിലൊക്കെ ചെയ്തേക്കുന്നത് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. നോക്കിക്കേ എന്ത് രസമാണ് അതൊക്കെ കാണാൻ. ഞാൻ ചുമ്മാ അതിലൊക്കെ നടന്ന് കുറേ എടുത്തു. പിള്ളേർ കുറച്ചൊക്കെ ആയപ്പോഴത്തേക്കും ടയേർഡായി, അതുകൊണ്ട് അവർ ഇടയ്ക്ക് വെച്ച് നിർത്തി നടപ്പൊക്കെ. പിന്നെ അവരവിടെ ഇരിക്കുമായിരുന്നു. പിന്നെ ഞാനിതിൽ നടന്ന് ചുമ്മാ ഇതൊക്കെ ഒന്നൊരു വീഡിയോ എടുത്തു. ചുമ്മാ ഇങ്ങനൊരു വീഡിയോ ഇടാൻ വേണ്ടി മാത്രമായിട്ടേ. കണ്ടോ, പലതിനും ഉണ്ടല്ലോ, ഹാഫൊന്നും ഇല്ല. അതുണ്ടോ, തലയില്ല, ഉടലേ ഉള്ളു, തലയില്ല. എനിക്കൊന്നു അതവരുടെ ഒരു പ്രത്യേക സ്റ്റൈലിലുള്ള എന്നാ പറയണേ ശില്പങ്ങൾ നിർമ്മിക്കലായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു തരാൻ അറിയത്തില്ല. കണ്ടിതിന് കാലില്ല, അതിനൊക്കെ തലയില്ല. പക്ഷെ ഇതെല്ലാം മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയതും ഒക്കെയാട്ടോ, മാർബിളിൽ ചെയ്തിരിക്കുന്നതും ഒക്കെയാണ്. ഇതിൻ്റെ ഞങ്ങൾ ആദ്യം കയറിയ ഫസ്റ്റ് വീഡിയോയിലിട്ടില്ലേ ഞാൻ അക്രോപോളിസ് കാണാൻ പോവാന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതാ ഈ മേളിൽ കാണുന്നത് കണ്ടോ, നോക്കിക്കേ
നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ആദ്യത്തെ ദിനത്തിൻ്റെ ഒരു ദിവസങ്ങളിലല്ലോ ആദ്യത്തെ ദിനം കടന്നു പോയത്. പറയുമ്പോൾ പലതും തെറ്റിയൊക്കെ പോകുന്നു കേട്ടോ, ക്ഷമിക്കണേ. അയ്യോ ഇങ്ങനെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയത് പിന്നെ ഞങ്ങളൊരു ബസ്സിന് കയറി എന്നാ പറയുക സിറ്റി സഫാരി സിറ്റി ടൂർ ചെയ്തു. അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ, ഇത് കഴിഞ്ഞിട്ടാട്ടെ. അങ്ങനെയൊക്കെ. അപ്പം ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മറ്റേ വീഡിയോയും കൂടി ഇടുന്നതാണേ. ആയിക്കോട്ടെ, താങ്ക് യു. ഇത് ഞങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുള്ള ചുമ്മാ ഒരു കുഞ്ഞു വ്യൂ. പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നല്ല രസമല്ലേ കാണാനായിട്ട്.